മനുഷ്യന്റെ ജീവിതത്തെ ഒരു വിധി കാത്തിരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശുവിലേക്ക് തിരിച്ചു വന്ന് തനിക്ക് കുറവുണ്ടെങ്കിൽ അതൊരു മനുഷ്യൻ അംഗീകരിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിയും ചിന്തിക്കരുത് ഞാൻ പെർഫെക്റ്റ് ആണ്, എനിക്ക് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് പാപമില്ല, ഞാൻ നല്ലവനാണ് എന്ന് ചിന്തിക്കരുത്. അങ്ങനെ നല്ലവൻ ഇല്ല എന്ന് പറയുന്ന പുസ്തകമാണ് ബൈബിൾ. റോമാലേഖനത്തിന്റെ 3-ാം അധ്യായം എടുക്കുക. 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യണം? മനുഷ്യൻ അവന്റെ തെറ്റുകളെ കുറിച്ച് അനുതപിക്കണം. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ മനുഷ്യൻ പാപത്തിൽ ജീവിക്കരുത്, തെറ്റ് ചെയ്യരുത്, അക്രമത്തിലും കൊലപാതകത്തിലും ചതിയിലും വഞ്ചനയിലും? അതായത് ചില മനുഷ്യരുണ്ടെന്നറിയാം, എന്ത് ചതി ചെയ്താലും, എന്ത് മനുഷ്യനെ വഞ്ചിച്ചാലും ഒരു മനസാക്ഷിക്കുത്തും ഇല്ലാതെ പള്ളിയിൽ നിന്ന് കുർബാനയിലും പങ്കെടുത്ത് കുർബാനയെ സ്വീകരിച്ച് കുമ്പസാരിക്കാതെ കുർബാനയെ സ്വീകരിച്ച് പോകുന്ന ആളുകളുണ്ട്.